എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാൻകട്ടായി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു കുക്കിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ മുട്ടയോ ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും തന്നെ വേണ്ട, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കുക്കിയാണ്. ഇത് ഓവനിലും അല്ലാതെയും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 4 മെയിൻ ചേരുവകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ 1 കപ്പ് മൈദ വേണം. ഇത് ഒരു 130 ഗ്രാം മൈദ ഉണ്ടാവും. അതുപോലെ തന്നെ മൈദയുടെ ഒപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കടലപ്പൊടി, അതായത് കടലമാവ് 1/2 കപ്പ് വേണം. അതുപോലെ പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്. അതുപോലെ തന്നെ 2.5 ടേബിൾ സ്പൂൺ വറുത്ത റവ. വറുത്തതോ വറുക്കാത്തതോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്താൽ മതിയാകും. റവ ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ ഈ ഒരു കുക്കീസ് കിട്ടുക. അതുപോലെ പഞ്ചസാര പൊടിച്ചിട്ടാണ് 1/2 കപ്പ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്കപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് ഇതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം വാനില എസൻസോ വാനില ഷുഗറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വാനില ഷുഗർ ആണെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കൂട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത് നെയ്യിലാണ്. നെയ്യാണെങ്കിൽ ഒരു 100 ഗ്രാം നെയ്യ് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ബട്ടർ ആണെങ്കിൽ 1 സ്റ്റിക്ക് ബട്ടർ, 100 ഗ്രാമിൻ്റെ 1 സ്റ്റിക്ക് ബട്ടർ എടുക്കുക. ബട്ടർ ചെറുതായിട്ടൊന്ന് ഉരുക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമോ മറ്റൊന്നും ചേർക്കില്ല മിക്സ് ചെയ്യാനായിട്ട്. ഈ ഒരു അളവിൽ നമുക്ക് ഈ ഒരു ഓയിൽ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അഥവാ നിങ്ങളുടെ ഈ ഒരു കൂട്ട് കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദ കൂടിയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു കറക്റ്റ് അളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് ഒരുപാട് ബലം കൊടുത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പം നല്ലൊരു ഇതുപോലെ ഒരു മാവാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉരുളകളാക്കാം. നെല്ലിക്ക വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സൈസിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കവിടെ നട്ട്സ് വെച്ച് കൊടുക്കാം. നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഓവനിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ സോസ് പാനിലോ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സോസ് പാനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കഴിഞ്ഞ ഒരു കുക്കിയുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു കുക്കിയാണ്. അപ്പോൾ അതും ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റിൽ പിൻ ചെയ്തും വെക്കാം. അപ്പോൾ സംശയമുള്ളവർ ആ രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പറിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്തത് ഇതിൻ്റെ ആ ഒരു ഹോളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ബദാമിന് പകരം നിങ്ങൾക്ക് പിസ്തയൊക്കെ എടുക്കാവുന്നതാണ്. ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പായാലും മതി. ഓവൻ നമ്മൾ 150 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് മതിയാകും ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 18 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും വേണമെന്നില്ല. 15 മിനിറ്റ് കറക്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടോടെ ആ പാത്രത്തിൽ തന്നെ വെക്കാതെ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെയാണെങ്കിൽ അതൊന്നുകൂടെ ബ്രൗൺ ആയി പോവില്ല. അപ്പോൾ നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല ഹാർഡാകും. അപ്പോൾ അതേപടി നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് കുക്കിയൊക്കെ നമ്മൾ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുക. അപ്പോൾ നമ്മളെല്ലാ കുക്കിയും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുക്കിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുൻപ് നമ്മളൊരു മസാല കുക്കിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്